പകൽക്കാലം നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നതിന് വളരെ സന്തോഷം. We are standing together on stage for the first time. നിങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. But I'm very thankful Danny came with me. He left at 4 a.m. from Kadamantara. കടമന്തര 4 മണിക്ക് ഞാൻ യാത്ര പുറപ്പെട്ടതാണ്. Yeah, so it's great to be together with what God is doing amongst you. ദൈവം നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. Such a joy to hear the testimonies that were shared today. ഇന്നിപ്പോൾ ഷെയർ ചെയ്ത സാക്ഷ്യങ്ങൾ കേട്ടതിൽ വളരെയേറെ സന്തോഷം. It is always a good reminder that God is alive and well and working amongst us. ദൈവം ജീവിക്കുന്ന ദൈവമാണ്, നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് അറിയാൻ കഴിയുന്നതിൽ എപ്പോഴും സന്തോഷം. Sometimes our Christian life can just come to a routine, but it's a great encouragement to hear these wonderful works of God. ചില സമയത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു വഴിപാട് പോലെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് പോലെ ആയി തോന്നും. പക്ഷെ ഈ സാക്ഷ്യങ്ങൾ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ്. Amen. I think before we get into today's message, I also want to share a couple of quick testimonies. ഇന്നത്തെ സന്ദേശത്തിലോട്ട് പ്രവേശിക്കുന്നതിന് മുൻപേ 1-2 സാക്ഷ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. One, I want to praise God for our family of churches commission. ഞാൻ നമ്മുടെ കമ്മീഷൻ ഫാമിലി ഓഫ് ചർച്ചസ്, കമ്മീഷൻ സഭ ഫാമിലിക്ക് വേണ്ടി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. God has been using and working amongst us in the last many years. ദൈവം നമ്മളെ ഉപയോഗിക്കുകയും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. Recently we had a gathering in February in Goa. ഫെബ്രുവരിയിൽ ഗോവയിൽ വെച്ചിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായി. It was a leaders meeting where various reports and updates were shared about what God is doing amongst us. ദൈവം നമ്മുടെ ഇടയിൽ എന്ത് പ്രവർത്തിക്കുന്നു എന്നതിന്റെ കണക്കുകളും മറ്റും അറിയുവാൻ ആ മീറ്റിംഗിൽ ഇടയായി. And it was we always shared that we are maybe 270 churches in India. ഇന്ത്യയിൽ മൊത്തം 270 സഭകളാണുള്ളത്. But when we heard different teams share reports and updates, and when we calculated it all together, currently there are 540 churches in India right now. പക്ഷെ എന്നാൽ പല സഭയിൽ നിന്നുള്ളവരും പല കൂട്ടായ്മയിൽ നിന്നുള്ളവരും പല കണക്കുകളും മറ്റും പറയാനിടയായപ്പോൾ ഏകദേശം 540 സഭകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. It was such a joy to hear that, because we never counted it. For many years we are saying the same number, but to see God is working among His people was such an encouragement for us. ശരിക്കും അത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്നതും ഉത്തേജമാക്കുന്നതുമായിരുന്നു. കാരണം ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു കണക്കെടുക്കുന്നത് പതിവല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കണക്ക് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടായി. And the joy is not to know just that there are 540 churches, but all of these new churches represent so many people who have come to faith and will enter the kingdom of God. ഇത് 540 സഭകളുണ്ടല്ലോ, ഈ കണക്കിലല്ല ഞങ്ങൾക്ക് സന്തോഷം. പക്ഷെ ഓരോ പുതിയ സഭകളിലും പുതിയ ആത്മാക്കളും അവരെല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ആത്മാക്കളാണല്ലോ എന്നതിലാണ് നമ്മുടെ സന്തോഷം. That is our joy. അതിലാണ് നമ്മുടെ സന്തോഷം. That is what we celebrate. The heavens rejoice when one person come to enter the kingdom of God. ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. Therefore we also rejoice. അതുകൊണ്ട് നമ്മളും സന്തോഷിക്കും. So I wanted to share that news so that you will also know and rejoice in what God is doing amongst us. ആ വാർത്ത നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനും നിങ്ങളും സന്തോഷിക്കുവാനും ആണ് ഞങ്ങൾ പങ്കുവച്ചത്. And I want to bring greetings from all of these churches to you. ഈ മറ്റ് സഭകളിൽ നിന്നുള്ള ആശംസകൾ ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. Amen. And the other news, as you were praying, I want to thank you for praying for all of the churches. And സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. One of the great news we had is a few months ago we could open the new center at Kolancheri. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് കോലഞ്ചേരിയിലും ഒരു പുതിയ കൂട്ടായ്മ തുടങ്ങാൻ സാധിച്ചു. And one encouragement is
these are works that began out of prayer. പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ് ഇത് എന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. I didn't start the prayer. ഞാനല്ല പ്രാർത്ഥന തുടങ്ങിയത്. But many others like Suresh and Arun uncle, many people prayed many years from I think 2012 for Collegiate. മറ്റു പലരും സുരേഷ് ബ്രദറും അരുൺ ബ്രദറും 2012 മുതൽ തുടങ്ങിയ പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ കോളേജിൽ തുടങ്ങിയത്. They visited, they evangelized, they went for prayer meetings. So it all came out of that years of prayer and seeking God. പല വീടുകൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മകൾ തുടങ്ങുകയും ഇത് പല വർഷങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇപ്പോൾ തുടങ്ങാൻ സാധിച്ചത്. So I want to encourage the prayer of the saints are so important. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. Because it is in prayer that we align our hearts with the heart of God. പ്രാർത്ഥനയിലൂടെയാണ് നാം നമ്മുടെ ഹൃദയം ദൈവവുമായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത്. And it is in prayer that we move into action. പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ പ്രവൃത്തിയിലോട്ട് പ്രവേശിക്കുന്നത്. Amen. So I want to challenge and encourage you, continue to pray. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. I know you are also praying for many places like in Chandrasheli and other locations. Continue to pray. Maybe you will see the answer today. Maybe in few years you will see the answer. But don't stop praying. ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ തുടരുക. മേ ബി ചിലപ്പോൾ അത് അടുത്ത വർഷമായിരിക്കാം, ചിലപ്പോൾ 1-2 വർഷം എടുക്കുമായിരിക്കാം, പക്ഷെ പ്രാർത്ഥനയിൽ തുടരുക. We also been praying for a new community in Aluva Angamali area. ഞങ്ങളും ആലുവ അങ്കമാലി പ്രദേശങ്ങളിൽ പുതിയൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. So hopefully this year we will start as a small group there. ഈ വർഷം ഒരു ചെറിയ കൂട്ടായ്മ തുടങ്ങാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. So I want to invite you to pray. ഞാൻ നിങ്ങളെ അതിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. Amen. God has given us a vision and we must pray and move with God. ദൈവം നമുക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. Again I want to remind you that this is not for an ambition for us, but this is to see people come to enter the kingdom of God. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, ഇത് നമ്മുടെ സ്വന്തമായ ഒരു ഇച്ഛയല്ല, ദൈവം തന്ന ഒരു ദർശനമാണ്. And we pray that God will see many people come to faith through God. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിലൂടെ അനവധി ആത്മാക്കൾ ദൈവത്തിലേക്ക് വരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. So will you continue to pray? നിങ്ങൾ പ്രാർത്ഥനയിൽ തുടരുമോ? Yes. Yes. God bless you. So Suresh, Pastor shared with me that you're all as a church going through this season in wanting to meditate on God's word. പാസ്റ്റർ സുരേഷ് പറഞ്ഞു, ഈ ഒരു കാലഘട്ടം, ഈ കുറച്ച് നാളുകളായിട്ട് ദൈവത്തിൽ മെഡിറ്റേറ്റ് ചെയ്ത് ദൈവത്തിൽ ധ്യാനിക്കുന്ന God's word. ദൈവവചനത്തിൽ ധ്യാനിക്കുന്ന സന്ദേശത്തിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് മനസ്സിലായി. Yes. Yeah. You've been studying, you've been preparing, you've been like this morning you've been meditating. It's very important for us. അത് ഇന്ന് രാവിലെ ആണെങ്കിലും തയ്യാറെടുക്കുകയും ദൈവവചനത്തിൽ ധ്യാനിക്കുകയും ചെയ്യുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. One of the key core value for us as Commission New Frontier family is the God's word is vital for us. കമ്മീഷൻ ന്യൂ ഫ്രോണ്ടിയർ ചർച്ചസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് ദൈവവചനത്തിന്റെ പ്രാധാന്യമാണ്, ദൈവവചനത്തിന്റെ പ്രാധാന്യത. Here we have many core values written. So similarly, our number one core value is we are word based. ഇവിടെ കുറച്ച് ഘടകങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ മൂലകം എന്ന് പറയുന്നത് ദൈവവചന അടിസ്ഥാനത്തിലുള്ളതാണ്. So today as we spend time meditating on the word, I want to highlight the importance of God's word. ഇന്ന് ദൈവവചനത്തിൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെ അടിവരയിടാൻ ആഗ്രഹിക്കുന്നു. Yes. Can we do that? Okay.
So many of us have come to faith by accepting Jesus as our Lord. നമ്മൾ പലരും ദൈവസഭയിൽ ചേർന്നത് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചിട്ടാണ്. We accepted Jesus. We had that prayer. We prayed that sinner's prayer. നമ്മൾ യേശുവിനെ സ്വീകരിച്ചു. നമ്മൾ ആ പാപികളുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആണ് ദൈവത്തിലോട്ട് വന്നത്. We made a decision to follow Christ. ഒരു തീരുമാനമെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തതാണ്. Yes, some of you experienced miracles and chose to follow Jesus. അതെ, പല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതിന് ശേഷമാണ് നമ്മൾ ദൈവത്തിനോട്ട് വന്നത്. Many of us had different experience as we chose to follow Jesus. നമ്മൾ പലർക്കും പലതരം അനുഭവങ്ങളിലൂടെ കടന്നുപോയാണ് നമ്മൾ ദൈവത്തിലോട്ട് വന്നത്. But when Jesus was speaking to his disciples before the day before the cross, he shared John chapter 15. പക്ഷേ യേശു തന്റെ ശിഷ്യന്മാരോട് പങ്കുവെക്കുന്നതിനിടയിൽ ക്രൂശിന്റെ തലേ ദിവസം യോഹന്നാൻ 15-ാം അധ്യായത്തിലൂടെ യേശു സംസാരിക്കുകയുണ്ടായി ശിഷ്യന്മാരോട്. And here Jesus is teaching them something different. ഇവിടെ യേശു ക്രിസ്തു ഒരു വ്യത്യസ്തമായ ഒരു കാര്യം പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. Jesus is teaching the disciples that there is something beyond just accepting Jesus in one moment. യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ ഒരു നിമിഷത്തിൽ യേശുവിനെ കർത്താവായും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരി ആ ഒരു നിമിഷത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റെന്തോ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. Something beyond a moment. ആ ഒരു നിമിഷത്തിനേക്കാൾ ഉപരിയായിട്ട് എന്തോ ഉണ്ട്. Some of us know the day we came to faith, we said yes to Jesus. കർത്താവിനോട് അതേ എന്ന് പറഞ്ഞ ആ ദിവസം നമ്മൾ പലരും ഓർത്തു വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. Yes, some of us have that date written in your Bible. ആ ഒരു ദിവസം ഓർത്തു വെക്കുകയും എഴുതി വെക്കുകയും ബൈബിളിൽ എഴുതി വെക്കുകയും ചെയ്യുന്ന പലരുമാണ്. Yes, some of us have put your baptism date. നമ്മൾ സ്നാനപ്പെട്ട ദിവസം ബൈബിളിൽ എഴുതി വെക്കുന്നവരുണ്ട്. Yes or no? Yes. അതെ. Yes. That is very important. We should praise God for that moment. അതെല്ലാം പ്രാധാന്യമുള്ളതാണ്. ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. But John 15 shows that there is something beyond that moment. പക്ഷേ യോഹന്നാൻ 15 പറയുന്നത് ആ ഒരു നിമിഷത്തെക്കാൾ ഉപരിയായിട്ട് മറ്റെന്തോ ഉണ്ടെന്നാണ്. He is talking about a way of life. ഒരു ജീവിതത്തിന്റെ ഒരു വഴി, ഒരു ജീവിത ശൈലിയെ പറ്റിയാണ് യോഹന്നാൻ 15 പറയുന്നത്. A way of life, a lifestyle that he is showing us. ഒരു ജീവിത ശൈലി നമ്മൾ യോഹന്നാൻ 15 നമുക്ക് കാണാൻ സാധിക്കും. Right? There is a difference between a moment and a lifestyle. ഒരു നിമിഷവും ഒരു ജീവിതവുമായി ജീവിത ശൈലിയുമായിട്ട് നല്ല വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. Yes, there is any difference? ആണോ? വ്യത്യാസമില്ല. ഒരു നിമിഷവും ഒരു നേരവും ഒരു ജീവിതവും തമ്മിൽ വ്യത്യാസമില്ല. Yes, so here in John 15, Jesus is saying before his cross, before he is going to die on the cross, he is inviting the disciples to see a Christian lifestyle. യോഹന്നാൻ 15 ക്രിസ്തു താൻ ക്രൂശിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു ജീവിത ശൈലിയിലേക്ക് ക്ഷണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. We see a very small word that Jesus repeats in John chapter 15 here. യോഹന്നാൻ 15 യേശു ആവർത്തിച്ച് പറയുന്ന ഒരു ചെറിയ വാക്ക് കാണാൻ സാധിക്കും. That word is abide or remain. വസിക്കുക അല്ലെങ്കിൽ ആയിരിക്കുക എന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ കാണും. Maybe we can read that 1 to 5. Somebody can read that in Malayalam. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും.
എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Yes. Thank you for reading that. വായിച്ചതിന് നന്ദി. Here we see this word abide, remain, or stay. All of these words which is saying repeated multiple times. The word abide. ഇവിടെ വസിക്കുക, ആയിരിക്കുക എന്നുള്ള വാക്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു. What does it say? It says abide in me. Jesus is saying abide in me. യേശു പറയുകയാണ് എന്നിൽ വസിക്കുക, എന്നിൽ വസിക്കുക എന്ന് വീണ്ടും വീണ്ടും And ആവർത്തിക്കുക. then he says apart from me you can do nothing. യേശു പറയുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. Apart from me you can do nothing. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. This is not just a suggestion for some pastors, elders, leaders of the church. This is for every disciple of Jesus Christ. ഇത് കേവലം മുതിർന്ന മൂപ്പന്മാർക്കും പാസ്റ്റർമാർക്കും മാത്രമായിട്ടുള്ള ഒരു സജഷൻ, ഒരു വെറും ഒരു കേവലം ഉപദേശമല്ല. മറ്റു മറിച്ച് It is for every single disciple. ഇത് കർത്താവിന്റെ എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമാണ്. From young to old. ചെറുപ്പക്കാരൻ മുതൽ പ്രായമായവർക്ക് വരെയുള്ള ഒരു ഉപദേശമാണ്. Abide in me, Jesus says. യേശു പറയുന്നു എന്നിൽ വസിക്കുക. So that is what I want to focus today. അതിലാണ് ഞാൻ ഇന്ന് ശ്രദ്ധ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നത്. We want to look at this question. What does it mean to abide in Christ? കർത്താവിൽ വസിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം? We want to look at what does it mean to abide in His Word. കർത്താവിന്റെ വചനത്തിൽ വസിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? How does this look practically in our lives? പ്രായോഗിക തലത്തിൽ ജീവിതത്തിൽ ഇതിന്റെ അർത്ഥം എന്താണ് വസിക്കുക? That is what we want to spend time today. അതിൽ കുറച്ച് സമയം ചെലവിടാൻ So ആഗ്രഹിക്കുന്നു. let's look at the first question. What does abide, remain mean? ഒന്നാമത്തെ ചോദ്യം, വസിക്കുക, എന്നിൽ വസിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? We just read Jesus saying, I am the true vine. നമ്മളിപ്പോൾ വായിച്ചു കർത്താവ് പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകും. And my Father is the vine dresser. എന്റെ പിതാവ് തോട്ടക്കാരനുമാകും. It says abide in me. പറയുന്നു എന്നിൽ വസിക്കുക And I in you. ഞാൻ നിങ്ങളിലും വസിക്കും. That is what Jesus says. അതാണ് യേശു പറയുന്നത്. And the word here, abide, means to remain, to stay, to be connected. ഇവിടെ വസിക്കുക എന്ന വാക്കിന്റെ അർത്ഥം കർത്താവുമായിട്ട് നിരന്തരം, കർത്താവിൽ നിലനിൽക്കുക, കർത്താവിൽ ആയിരിക്കുക, കർത്താവുമായിട്ട് നിരന്തരം ബന്ധപ്പെടുക എന്നാണ് പറയുന്നത്. To continue. അതിൽ തുടരുക, കർത്താവുമായുള്ള ബന്ധത്തിൽ തുടരുക എന്നാണ് പറയുന്നത്. Endure. Endure means to keep on going. അതിൽ തന്നെ സഹിഷ്ണുത പ്രാപിച്ച് അതിൽ തന്നെ നിലനിൽക്കുക എന്നാണ് പറയുന്നത്. See, this is different than a moment. ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു നിമിഷത്തിൽ നിന്ന് വ്യത്യസ്തപ്പെടും. Sometimes we can experience an amazing miracle. ചില സമയത്ത് നമുക്ക് ഒരു അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ പോകാൻ നമുക്ക് പറ്റും. We will say, I don't believe in anything else. I believe in Jesus. നമ്മൾ പറയും മറ്റൊന്നിലും വിശ്വസിക്കില്ല, യേശുവിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറയും. That is a moment. പക്ഷെ അതൊരു നിമിഷമാകും. But there is something different to remain in Jesus. പക്ഷെ യേശുവിൽ ആയിരിക്കുക, നിലനിൽക്കുക എന്നുള്ളത് വേറെ മറ്റൊരു കാര്യം. That is what helps us to grow in Christ. അതാണ് ക്രിസ്തുവിൽ നമ്മളെ വളരാൻ സഹായിക്കുന്നത്. You understand what I'm saying? Right? So here the word abide is a relational term. It is a term where there is a relationship, a continuing state is happening. ഇവിടെ വസിക്കുക എന്നുള്ളത് ഒരു കർത്താവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. Jesus didn't say, come visit me once every Sunday. യേശു പറഞ്ഞില്ല വരൂ വല്ലപ്പോഴും ഒന്ന് കണ്ടിട്ട് പോകൂ എന്നല്ല ജീസസ് പറഞ്ഞത്. Every Sunday 10 o'clock I will be here, you also come. എല്ലാ ഞായറാഴ്ചയും 10 മണിക്ക് വരും, സന്ദർശിച്ചിട്ട് പോകും എന്നല്ല കർത്താവ് പറഞ്ഞത്. He didn't say every morning I will meet with you at 5 a.m. യേശു പറഞ്ഞില്ല എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നമുക്ക് കാണാം എന്നല്ല യേശു പറഞ്ഞത്. But sometimes we think that is what he said.
എന്നാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് യേശു പറഞ്ഞത്. How do we know? അതെങ്ങനെ? We are happy if you go on a Sunday. I did the right thing. നമുക്ക് സന്തോഷമാണ് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയി ഞാൻ ശരിയായ കാര്യം ചെയ്തു എന്ന് പറയും. And then we do whatever we want. എന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. Or we say, morning I read the Bible, now I will do what I want. രാവിലെ ഞാൻ ബൈബിൾ വായിച്ചു, ഇനി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും. Or I had some emergency. We had fasting prayer in our house. That 3 days, now we are 1 week. I will abide. After that, I will do whatever I want. നമുക്കൊരു ആപത്കാലം ഉണ്ടായി, അപ്പോൾ നമ്മൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചു, അതിന് ഉത്തരം കിട്ടി, ഇനി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും. That is not what Jesus said. അങ്ങനെയല്ല യേശു പറഞ്ഞത്. He said, remain in me. യേശു പറഞ്ഞത് എന്നിൽ വസിക്കുക എന്നാണ്. To make my home, that is what Rajan brother said, to make your home in Christ. ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തുവിൽ നിങ്ങളുടെ ആലയമാക്കുക എന്നാണ് യേശു പറഞ്ഞത്. What happens when a branch is cut off from a tree? കൊമ്പ് ഒരു ശിഖരം ഒരു മരത്തിൽ നിന്ന് വെട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? What will happen? എന്ത് സംഭവിക്കും? ഉണങ്ങിപ്പോകും. You have to think. It will dry away. What if every Sunday you tie it together for 3 hours? എല്ലാ ഞായറാഴ്ചയും ഈ കൊമ്പും മരവുമായിട്ട് നമ്മൾ കെട്ടി വെക്കുകയാണ് 3 മണിക്കൂറത്തേക്ക്. 3 മണിക്കൂർ കെട്ടി ഒട്ടിച്ച് സൂപ്പർ ഗ്ലൂ, എല്ലാം just keep it there. അവിടെ തന്നെ വെക്കുകയാണ് എല്ലാ ഞായറാഴ്ചയും 3 മണിക്ക്. What will happen? എന്ത് പറ്റും? Now you are thinking. ഇപ്പോൾ ചിന്തിക്കുകയാണ്. What will happen to that branch? ആ കൊമ്പിന് എന്ത് പറ്റും? ഉണങ്ങിപ്പോകും. Every Sunday 3 hours you keep it and then എല്ലാ ഞായറാഴ്ചയും വെക്കുകയാണ്, എല്ലാ ഞായറാഴ്ചയും 3 മണിക്കൂറത്തേക്ക് വെക്കുകയാണ്. ഉണങ്ങിപ്പോകും. Okay. What if every day 5 a.m. half an hour you put it blue and then put it down? എല്ലാ ദിവസവും വെക്കുകയാണ്, എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 5:30 മണി വരെ വെക്കുകയാണ്, അരമണിക്കൂറത്തേക്ക് എല്ലാ ദിവസവും. അപ്പോൾ എന്ത് പറ്റും? But some of you are more spiritual. 5 a.m. and 7 p.m. every day, 2 morning meeting and evening prayer. What will happen? നമ്മൾ ചിലർ കുറച്ചുകൂടി ആത്മീയതയുള്ളവരാണ്. രാവിലെ 5 മണിക്കും വൈകിട്ട് 7 മണിക്കും എന്നവരാണ്. 5 പാട്ടും പാടുന്നവരുണ്ട്. അപ്പോഴും കെട്ടി വെക്കും. What will happen? എന്ത് പറ്റും? Jesus is inviting us to remain in Him. യേശു നമ്മളെ ക്ഷണിക്കുന്നത് കർത്താവിൽ വസിക്കുവാൻ വേണ്ടിയിട്ടാണ്. He wants to make your home in Him, not only for a moment, but as an ongoing lifestyle. ഒരു നിമിഷത്തേക്ക് മാത്രമല്ല, ഒരു തുടരുന്ന ജീവിത ശൈലിയും നിങ്ങളുടെ ആലയവും ദൈവത്തിൽ ആയിരിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. To stay connected like a branch with its vine. കൊമ്പും മുന്തിരിവള്ളിയുമായിട്ട് തുടരുന്ന ഒരു ബന്ധമുള്ളത് പോലെ നിരന്തരം ബന്ധം പ്രാപിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. To understand that the source of my life, my identity, my strength is in abiding in Jesus. എന്റെ ജീവിതത്തിന്റെയും എന്റെ പേരിന്റെയും എന്റെ നിലനിൽപ്പിന്റെയും എന്റെ ശക്തിയുടെയും ഉത്ഭവം കർത്താവിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. That is what Jesus is inviting us to. അതാണ് യേശു ക്രിസ്തു നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. Our one-time activity is not what Jesus is after. നമ്മുടെ ഒരു നിമിഷത്തെ പ്രവൃത്തിക്ക് വേണ്ടിയല്ല യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. He wants to be the source of your life. നമ്മുടെ ജീവിതത്തിന്റെ ഉത്ഭവമായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. That is His desire. അതാണ് കർത്താവിന്റെ ആഗ്രഹം. Right? Source of your life. നമ്മുടെ ജീവിതത്തിന്റെ ഉറവിടം ആയിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. That is what Jesus is saying. അതാണ് യേശു ഇവിടെ പറയുന്നത്. Because here when we read verse 5, it says, apart from me you can do nothing. 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. Do we really believe that? നമ്മൾ ശരിക്കും അത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ What do you think? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
We will say that, നമ്മൾ പറയാൻ എളുപ്പമാണ്. but sometimes, others should say if we are living that way. ചില സമയങ്ങളിൽ മറ്റുള്ളവരാണ് പറയേണ്ടത് നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത്. Sometimes children in the family will tell if parents are really living that way. ചില സമയത്ത് ചില വീടുകളിൽ കുട്ടികൾ മാതാപിതാക്കളുമുള്ള വീടുകളിൽ കുട്ടികൾ പറയണം മാതാപിതാക്കൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. That is different. അത് വ്യത്യസ്തമാണ്. We will say I am living that way. നമുക്ക് പറയാൻ എളുപ്പമാണ്. But others should say no, that person is living in Christ. ബാക്കിയുള്ളവർ പറയണത് ആ വ്യക്തി അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. Amen. Right? The world should say that that person is trusting in God. ലോകം പറയണത് ആ വ്യക്തി കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. Amen. So we must understand this is a relational aspect. There is something relational with it. നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ബന്ധം കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. It is not just an activity. It is not something we do. It is not a meeting that Jesus is looking for. യേശു ആഗ്രഹിക്കുന്നത് കേവലം ഒരു പ്രവൃത്തിയല്ല, ഒരു കൂട്ടായ്മയല്ല, ഒരു 3 മണിക്കൂറത്തെ ഈ ഒരു മീറ്റിംഗ് അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. It is a dependence. It is saying, Lord, without you I cannot live. കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിനോട് പറയുകയാണ്, കർത്താവേ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. Without you I don't have a purpose in life. നീ ഇല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ല. I don't have hope. I don't have peace. എനിക്ക് പ്രതീക്ഷയില്ല, എനിക്ക് സമാധാനമില്ല നീ ഇല്ല. That is what it is. We are looking as a relational invitation. അതാണ് നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്. Second is it is a continuous, as the example I shared. It cannot be plug in, plug out. It is a continuous relationship. രണ്ടാമത്തെ കാര്യം അത് തുടരുന്ന ഒരു ബന്ധമാണ്. അത് സ്വിച്ച് ഇടുക, സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ള പോലുള്ള ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന ഒരു കാര്യമല്ല, തുടരുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. And also it is mutual. It is not just you abiding in Jesus, but it is also Jesus abiding in us. മറ്റൊരു കാര്യം, ഇത് പരസ്പരം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കർത്താവിൽ വസിക്കുകയും കർത്താവ് നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്ന പരസ്പര ബന്ധമാണ് ഇവിടെ കാണുന്നത്. Isn't that interesting? ശരിക്കും ഒരു രസകരമായ ഒരു കാര്യമല്ല. Because sometimes we think I want to abide in Jesus. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്ക് കർത്താവിൽ വസിക്കണമെന്ന്. But Jesus is saying he wants to abide in you. പക്ഷേ യേശുക്രിസ്തു പറയുന്നത് ക്രിസ്തുവിന് നമ്മളിൽ വസിക്കണമെന്നാണ്. God of this universe wants to abide in your life. സർവ്വലോകത്തിന്റെയും സൃഷ്ടാവിന് നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. Is that great? Yes. അതൊരു വലിയ കാര്യമല്ലേ? Right? So it is not a one-way thing, but God requires a mutual relationship. അതൊരു ഒറ്റ വഴി കാര്യമല്ല, പക്ഷെ പരസ്പരം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. So we can say it is abiding, remaining is constant, it is continuous, and it is a dependence on Christ. ഈ വസിക്കുക എന്നുള്ള കാര്യം അത് നിരന്തരം ഉണ്ടാകേണ്ട കാര്യമാണ്, അത് മാറ്റമില്ലാതെ ഉണ്ടാകേണ്ട കാര്യമാണ്, അത് കർത്താവിൽ ബന്ധത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. So we just looked at what is abiding mean. നമ്മളിപ്പോൾ നോക്കിയത് വസിക്കുക എന്നതിന്റെ അർത്ഥമാണ് ഇത്രയും നേരം നമ്മൾ Is നോക്കിക്കൊണ്ടിരുന്നത്. that clear? Yes. അത് മനസ്സിലായോ? Second, we are looking at abiding in the Word. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനത്തിൽ വസിക്കുന്നതിനെ പറ്റിയാണ്. It says in John 5:7. Can somebody read John 5:7? യോഹന്നാൻ 5:7 ഞാൻ വായിക്കാം. യോഹന്നാൻ 5:7 രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ. John 5:7. Yes. Oh, sorry. No, 15:7. Sorry. 15:7. That's my mistake. എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും. One more time. If you നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും. So the first, God wants to abide and remain in you. ഒന്നാമത്തെ കാര്യം, ദൈവം നിങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. Second, God wants His word to abide in you. രണ്ടാമത്തെ കാര്യം,
ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. Right? He wants His presence, God Himself, to be in you and with you. ഒന്നാമത്തെ കാര്യം ദൈവം തന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാവാൻ, നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. Right? But second is His word, God wants to remain in us. രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. If someone also read John chapter 8 verses 31 and 32. John 8 31 and 32. 8:31-32 വായിക്കാമോ? എന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. So what are we seeing here? എന്താണ് ഇപ്പോൾ ഇവിടെ കണ്ടത്? Jesus is saying, who is the true disciple? ആരാണ് യഥാർത്ഥ ശിഷ്യൻ? According to the scripture, ഇപ്പൊ വായിച്ച തിരുവഴുത്തിൽ എന്താ പറയുന്നത്? വചനം എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. So the one who has the word abiding in him or her, he is or she is a true disciple. ദൈവവചനം അവനിൽ അല്ലെങ്കിൽ അവളിൽ വസിക്കുന്ന ആരിലാണോ ആ വ്യക്തി യഥാർത്ഥ ശിഷ്യനാണ്. Right? Here there is, as I said earlier, sometimes we are so happy about that moment in our life where we encountered God. ചില സമയത്ത് നമ്മൾ ഒത്തിരി അധികം സന്തോഷിക്കും ആ ഒരു നിമിഷത്തെ പറ്റി ആലോചിച്ച്. But here Jesus is pointing beyond a moment. He's saying the importance of remaining in His word. പക്ഷെ യേശു ഇവിടെ പറയുന്നത് ആ ഒരു നമ്മൾ കർത്താവുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയ ആ ഒരു നിമിഷത്തിനേക്കാൾ ഉപരി ഒരു ജീവിത ശൈലിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. How do we abide in His word? ദൈവവചനത്തിൽ നമ്മൾ എങ്ങനെ വസിക്കും? How do we abide in His word? It is by following His teaching. ദൈവവചനത്തിൽ എങ്ങനെ വസിക്കും? തന്റെ ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ പിന്തുടരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വസിക്കാം. By following and accepting His promises. യേശുക്രിസ്തുവിന്റെ പ്രോമിസസ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിൽ വസിക്കാൻ പറ്റും. By having His commandments in us. ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മളിൽ ഉള്ളപ്പോൾ നമുക്ക് വസിക്കാൻ പറ്റും. By holding on to these things, we can abide in His word. ഈ കാര്യങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിൽ വസിക്കാൻ പറ്റും. But how do we know His teachings, His promise and His commands? ദൈവം പഠിപ്പിച്ച കാര്യങ്ങളും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും കൽപ്പനകളും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? We have to read His word. ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കും. Right? We have to read the word to understand His teachings. അപ്പോൾ ദൈവവചനം വായിച്ച് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കണം. How many of you read God's word? ദൈവവചനം വായിക്കുന്ന എത്ര പേരുണ്ട്? Many of us read. Now if I ask you the question, why do you read His word? പക്ഷെ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് ദൈവവചനം വായിക്കുന്നത്? First answer maybe pastor told me to read. ഒന്നാമത്തെ ഉത്തരം പാസ്റ്റർ പറഞ്ഞുകൊണ്ട് വായിക്കുന്നു എന്നുള്ളതാണ്. Second answer will be, if I don't read, God will be upset. രണ്ടാമത്തെ ഉത്തരം, ഞാൻ വായിച്ചില്ലെങ്കിൽ ദൈവം വിഷമിക്കും എന്നുള്ളതാണ്. Third, if I don't read, I may go to hell. മൂന്നാമത്തത്, ഞാൻ ബൈബിൾ വായിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നരകത്തിൽ പോകും. Is that the reasons why you read the Bible? ഈ കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾ ബൈബിൾ വായിക്കുന്നത്? Why do we read the Bible? എന്തിനാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്? ദൈവത്തെ കൂടുതൽ അറിയാൻ. You want to know Christ. You want to know God. കർത്താവിനെ അറിയണം, ദൈവത്തെ അറിയണം. Right? It is to, when you love somebody, you want to know that person. നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയെ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. So you read not because, every morning I'm told to read. If you read with that mentality, you don't know. You're reading as a ritual. It's a religious act we are doing. എല്ലാ ദിവസവും രാവിലെ വായിക്കാൻ വേണ്ടി നിങ്ങൾ വായിക്കുമ്പോൾ അതൊരു വഴിപാട് പോലെ, അതൊരു മതപ്രവൃത്തി പോലെ ആയി മാറും. അതും കേട്ടെങ്കിൽ വായിക്കാതിരിക്കരുത്. Some people like, okay, pastor said don't read in the morning. രാവിലെ വായിക്കാം.
That's not. രാവിലെ ബൈബിൾ വായിക്കാൻ പാടില്ല എന്ന് പാസ്റ്റർ പറഞ്ഞു എന്ന് ഇനി അപ്പുറത്തായിട്ട് പറയരുത്. And so the focus is we must change the why, the purpose of why we do these things. നമ്മൾ എന്തിനു ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള കാരണമാണ് നമ്മൾ മാറ്റേണ്ടത്. Sometimes we like, here we don't have. Sometimes we like all these Bible verses, we put it on the house. How many of you have Bible verses? നിങ്ങളുടെ വീടുകളിൽ വചനം എഴുതി വെച്ച് ഭിത്തികളിലൊക്കെ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എത്ര പേരുടെ We വീടുകളുണ്ട്? like to gift new house, rented house, everything we want posters. Convention we buy posters. പുതിയ വീടുകൾ ആളുകൾ വെക്കുമ്പോഴും പാല് കാച്ചുമ്പോഴും എല്ലാം നമ്മൾ ദൈവവചനം എഴുതിയ സാധനം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. It's a good thing. അതൊക്കെ നല്ലത് തന്നെയാണ്. But it should remain in here, not there. പക്ഷെ അത് ഹൃദയത്തിലാണ് വസിക്കേണ്ടത്, ഭിത്തിയിലല്ല. Keep it there, അതവിടെ വെച്ചോ, but meditate on it. അതിൽ ധ്യാനിക്കണം, Think about it. അതിനെപ്പറ്റി ചിന്തിക്കണം. Allow the word to remain in you, not the wall. ദൈവവചനം നിങ്ങളിൽ വസിക്കുവാൻ ഇടയാകണം, ഭിത്തിയിലല്ല വസിക്കണം. So go home and today read all of those scriptures and say, what does that mean? Think about it. ഇന്ന് വീട്ടിൽ പോയി ആ ഭിത്തിയിലിരിക്കുന്ന വചനങ്ങളെ നോക്കി അതിനെപ്പറ്റി ധ്യാനിക്കണം. Let it remain in you. അത് നിങ്ങളിൽ വസിക്കാൻ ഇടയാകും. That is when we can know God's purposes. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാനാകുന്നത്. So what are the 4 practices I mentioned to abide in His word? ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ എന്താണ്? വസിക്കുന്നതിനെ പറ്റി പറഞ്ഞ 4 കാര്യങ്ങൾ. One is hear and read God's word. ഒന്നാമത്തെ കാര്യം ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യണം. Regularly read and listen to God's word. നിരന്തരമായി ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യണം. If you have a long bus ride, put earphones and listen to God's word. ഒരു ദീർഘദൂര യാത്രയുണ്ടെങ്കിൽ ഈ ഇയർഫോൺ വെക്കുകയും ദൈവവചനം കേൾക്കുവാനും ഉള്ള സൗകര്യങ്ങൾ It's all on YouTube. Just put John 1 or Book of John. Just listen to God's word. Meditate on it. യോഹന്നാൻ യൂട്യൂബിലും ആപ്പിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ടെക്നോളജി ഇതുണ്ട്. Second is meditate. First is hearing and reading. Second, meditate on God's word. ഒന്നാമത്തേത് കേൾക്കുകയും വായിക്കുകയും ചെയ്യണം. രണ്ടാമത്തേത് ധ്യാനിക്കണം. That means what? Repeat the same thing in your mind. Pray through that prayer like we did in Psalm 23. നമ്മൾ നേരത്തെ സങ്കീർത്തനം 23 ചെയ്തതുപോലെ ആവർത്തിച്ച് അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുവിടുകയും അതിനെപ്പറ്റി ധ്യാനിക്കുകയും വേണം. Then it will become remaining in you. അപ്പോഴാണ് അത് നിങ്ങളിൽ വസിക്കാനിടയാകുന്നത്. Third, believe and trust in God's word. മൂന്നാമത്തേത് വിശ്വസിക്കുകയും ദൈവവചനത്തിൽ ആശ്രയിക്കുകയും വേണം. More than what you feel and see, trust. When you hear God's word, trust in it. നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കാൾ ഉപരി ദൈവവചനത്തെ വിശ്വസിക്കാനിടയാകും. Fourth is obey God's word. നാലാമത്തേത് ദൈവവചനം അനുസരിക്കണം. It is for obedience. അനുസരണയ്ക്ക് വേണ്ടിയായിട്ടുള്ളതാണ് It ദൈവവചനം. says, if you keep my commandments, you will abide in my love. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കുന്നു എന്നാണ്. So obey and come. That is John 15:10. That is what we read now. യോഹന്നാൻ 15:10 നമ്മൾ ഇപ്പോൾ വായിച്ചത് അതാണല്ലോ. So God desires for us to abide in His word. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിൽ വസിക്കുവാൻ വേണ്ടിയിട്ടാണ്. So what did we looked at? What does abide mean? നമ്മൾ ആദ്യം നോക്കി വസിക്കുക എന്നതിന്റെ അർത്ഥം നോക്കി. We looked at abiding in word. Secondly, ദൈവവചനത്തിൽ വസിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ നോക്കി രണ്ടാമത്. and we looked at how we can do that in 4 different ways. 4 രീതിയിൽ അതെങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നോക്കി. Is that clear? മനസ്സിലായത്? So now we are looking at what happens in our life when we abide. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ദൈവവചനത്തിൽ ദൈവത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നതാണ്. What is the fruit of it? അതിന്റെ ഫലം എന്താണ്? So we are looking at 4 key outcomes. 4 പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. One is, according to John 15 and 5 and 8, we can expect fruitfulness. ഒന്നാമത്തെ കാര്യം നമ്മൾ യോഹന്നാൻ 15:5-8 കണ്ട കാര്യമാണ്.
നമ്മൾ ഫലവത്തുള്ളതായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. When we abide in Christ and His Word, we can expect fruitfulness. നമ്മൾ കർത്താവിലും കർത്താവിന്റെ വചനത്തിലും വസിക്കുമ്പോൾ നമ്മൾ ഫലം കായ്ക്കാനിടയാകും. It says, I am the vine, you are the branches. ഞാൻ മുന്തിരിവള്ളി സോറി ഞാൻ നിങ്ങൾ കൊമ്പുകളുമാകുന്നു. Whoever abides in me and I in him, he is that bears much fruit. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അത് വളരെ ഫലം കായ്ക്കും. And then verse 8, by this my Father is glorified, that you bear much fruit, so prove to be my disciples. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. Right? So, number one, we can expect fruitfulness in our life. ഒന്നാമത്തെ കാര്യം നമ്മൾ ജീവിതത്തിൽ ഫലം കായ്ക്കാനിടയാകും. Yes? Amen. Yes. But what if there is no fruit? പക്ഷെ ജീവിതത്തിൽ ഫലം ഇല്ല എങ്കിലോ What should we check? നമ്മൾ എങ്ങനെയാ അതറിയും? We should check, am I remaining in Christ? കർത്താവിൽ വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. Right? If we don't see fruits, ഫലം കാണുന്നില്ല എങ്കിൽ we should check, am I being fruitful? ഫലം Not പുറപ്പെടുവിക്കണം. fruitful. Am I remaining in Christ? കർത്താവിൽ വസിക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യണം. And if you are remaining in Christ, ക്രിസ്തുവിൽ നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ be patient and wait. സമാധാനമായി കുറച്ച് വെയിറ്റ് ചെയ്യുക. കുറച്ച് താമസം ഉണ്ടെങ്കിൽ Fruit will come. ഫലം വരുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ കാത്തിരിക്കുക. Some of you are farmers or you have planted trees. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കൃഷിക്കാരായിരിക്കുമല്ലോ. നിങ്ങൾ മരം നടുമ്പോൾ There is a difference between some of our Appachan planting a tree and some of our young children planting a tree. നമ്മുടെ അപ്പച്ചന്മാര് ഒരു ചെടി നടുന്നതും കൊച്ചുകുട്ടികൾ ചെടി നടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. Appachanmar knows after planting a mango tree it will take few years. ഒരു മാവ് നട്ടാൽ കുറച്ച് അധികം വർഷങ്ങൾ എടുക്കും എന്നുള്ളത് അപ്പച്ചന്മാർക്കറിയാം. They are not coming next day and saying, oh, where is the tree, where is the fruit? പിറ്റേ ദിവസം വന്നിട്ട് മരം എവിടെ മാങ്ങ എവിടെ എന്ന് ആരും ഒന്നും നോക്കാറില്ല. Some of your children, if we plant a tree, they will come in the evening, check where is the mango. പക്ഷെ എന്നാൽ കുട്ടികൾ മാവ് നട്ടാൽ രാവിലെ നട്ടിട്ട് വൈകുന്നേരം വന്ന് പറിച്ചു നോക്കും എവിടെ മരം എവിടെ മാങ്ങ എവിടെ. You understand? So we have to understand some of these fruits take time. ഫലമുണ്ടാകാൻ സമയമെടുക്കും. Right? It is not immediate. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല. It is not like Swiggy, you Instacart, you order and it will come right now. ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല. But we must remain in His Word. കർത്താവിന്റെ വചനത്തിൽ വസിക്കണം നമ്മൾ. We must enjoy and the fruit be the natural outflow of remaining in Christ. കർത്താവിൽ വസിക്കുന്നതിന്റെ ഒരു സ്വാഭാവിക പരിവർത്തനമായിട്ടാണ് ഫലം ഉണ്ടാവേണ്ടത്. Second, രണ്ടാമത്തെ കാര്യം, first is fruitfulness. ഒന്നാമത്തേത് ഫലമത്തുണ്ടോ എന്നുള്ളതാണ്. Second, we can expect pruning. രണ്ടാമത്തേത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് Pruning. കൊമ്പുകൾ കട്ട് ചെയ്യുന്ന രണ്ടാം വാക്യം. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ഒരു കാര്യമുണ്ടല്ലോ, കൊമ്പുകൾ നീക്കി കളയുന്നു. കായ്ക്കാത്ത കൊമ്പുകളെ അവൻ നീക്കി കളയുന്നു. കായ്ക്കുന്ന കൊമ്പിനെ ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്ന പ്രവൃത്തി. So first is fruitfulness. ഒന്നാമത്തേത് ഫലവത്താണ്. Second is pruning. രണ്ടാമത്തേത് ചെത്തി വെടിപ്പാക്കുന്ന കാര്യമാണ്. The vine dresser, God comes and prunes us, chops, cuts us what is not required for greater fruitfulness. പിതാവ്, തോട്ടക്കാരനാകുന്ന പിതാവ് വന്ന് ചെത്തി വെടിപ്പാക്കുന്നു. എന്തിനു വേണ്ടി? അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ചെത്തി വെടിപ്പാക്കുന്നു. Sometimes this can be disturbing and painful. ചില സമയത്തൊക്കെ ഇത് വേദനാജനകവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാകും. Sometimes it is cutting off our habits, our attitudes. മിക്ക സമയങ്ങളിലും അത് നമ്മുടെ ജീവിത ശൈലിയിലെ പല നമ്മൾ നിരന്തരമായി ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ഒരു അവസ്ഥ വരും. Some of our addictions that He wants to prune for greater fruitfulness.
നമുക്കുള്ള പല ആസക്തികളും ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടി വരും. Third is power in prayer. മൂന്നാമത്തത് പ്രാർത്ഥനയിലുള്ള ശക്തിയാണ്. 15:7. 15:7. What does it say? If you abide in me and my words abide in you, ask whatever you wish and it will be done for you. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. Wow. What a promise is this? ദൈവത്തിന്റെ വാഗ്ദത്തമാണല്ലോ. But it is only for those who remain in Christ. പക്ഷെ കർത്താവിൽ വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വാഗ്ദത്തമാണ്. When you remain in Christ, you are in Christ and Christ is in you. നിങ്ങൾ കർത്താവിൽ വസിക്കുമ്പോൾ നിങ്ങൾ കർത്താവിലും കർത്താവ് നിങ്ങളിലും വസിക്കും. Whatever you wish, നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും, whatever you wish while Christ is in you, God will answer it. ക്രിസ്തു നിങ്ങളിൽ ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും കർത്താവ് അതിന് മറുപടി നൽകും. That is an amazing promise of God. അത് എത്ര മഹത്വപരമായ ഒരു കാര്യമാണ്. That is the fruit of abiding in Christ. കർത്താവിൽ വസിക്കുന്നതിന്റെ ഫലമാകുന്നത്. Fourth one, നാലാമത്തെ കാര്യം, deep joy and love. വളരെ അധികം ആഴത്തിലുള്ള സ്നേഹവും സന്തോഷവുമാണ് അത് പറയുന്നത്. 15:9-11. 15:9 മുതൽ 11 പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. Right? Abiding in Christ, abiding in His Word helps us to have deep joy and love. കർത്താവിൽ വസിക്കുകയും കർത്താവിന്റെ വചനത്തിൽ വസിക്കുകയും ചെയ്യുമ്പോൾ ആഴത്തിലുള്ള സ്നേഹവും ആഴത്തിലുള്ള സന്തോഷവും നമുക്ക് ഉണ്ടാകാനിടയാകും. It is a joy, it is a love that is beyond our circumstances. നമ്മുടെ സാഹചര്യങ്ങൾക്ക് അപൂർവമായിട്ടുള്ള ഒരു സ്നേഹവും സന്തോഷവുമാകുന്നു. Even when we have challenges, pain, health issues, troubles, all kinds of problems, when we remain in Christ, we still have the joy and love of God. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും ശോധനകളും വരുമ്പോഴെല്ലാം അതിനേക്കാൾ ഉപരിയായിട്ടുണ്ടാകുന്ന ഒരു ആഴത്തിലുള്ള സ്നേഹവും സമാധാനവും നമ്മൾ അനുഭവിക്കാനിടയാണ്. So what can we expect? Number 1, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? fruitfulness. ഫലം പ്രതീക്ഷിക്കാം. Second, ശക്തി വെളിപ്പാണ്. yes, pruning for more growth. അധിക ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെളിപ്പാക്കുന്നു. Third, പ്രാർത്ഥനയിലുള്ള മറുപടി. മൂന്നാമത്തേത് പ്രാർത്ഥനയിലുള്ള ശക്തി, മറുപടി. power in prayer. പ്രാർത്ഥനയിലുള്ള ശക്തി. And fourth, നാലാമത്തേത് ആഴമേറിയ ദൈവത്തിന്റെ deep സ്നേഹം. joy and love. ആഴമേറിയ ദൈവത്തിന്റെ സ്നേഹവും You സന്തോഷവും. can expect these things if you remain in Christ. കർത്താവിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പ്രതീക്ഷിക്കാൻ ഇടയാകും. So my friends, I want to conclude by just again telling us how do we do this practically. സഹോദരന്മാരെ, ഞാൻ ഉപസംഹരിക്കാൻ ഇടയാകുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Have a daily posture of dependence. ദിനവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകും. We must humble ourselves. ദൈവമുമ്പാകെ താഴ്മപ്പെട്ട് താഴാനിടയാകും. Because it is not easy to depend on someone. മറ്റൊരാളിൽ ആശ്രയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. You like depending on others? വേറൊരാളെ ആശ്രയിച്ച് മറ്റൊരാളുടെ കീഴിൽ ജീവിക്കുന്നത് ഇഷ്ടമാണ്. Yes, sir. Nobody wants to depend. Every day we work hard. Why? Because we don't want to depend. മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കുക നമുക്ക് ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് നമ്മൾ ദിനവും നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. എന്തിനാണ്? നമ്മൾ സ്വന്തം കാര്യം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. But then we are asked to depend on God. How is that? പക്ഷെ ദൈവം പറഞ്ഞത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം എന്നാണ്. But our muscles are trained for what? പക്ഷെ നമ്മളുടെ ശരീരം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? To be independent. നമ്മൾ സ്വതന്ത്രരായി ഒറ്റക്കാലിൽ നിൽക്കാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. Yes or no? So we work hard for independence. നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. But Jesus is saying, depend upon me. പക്ഷെ യേശുക്രിസ്തു പറയുന്നു,
എന്നിൽ ആശ്രയിക്കുക. So it's not very easy for us. ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. Sometimes we only use our words, but our actions does not reflect dependence. ചില സമയത്ത് നമ്മൾ ഈ വലിയ വാക്കുകളൊക്കെ ഉപയോഗിക്കും, പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണാൻ പറ്റില്ല. So I want to urge you daily trust in the Lord, choose and learn to be dependent. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് എന്നാൽ ദിനവും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നാണ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. So in closing, ഞാൻ സംഹരിക്കുകയാണ്. what did Jesus say? എന്താ യേശു പറഞ്ഞത്? Apart from me, you can do very little. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. Very little or വളരെ nothing. വളരെ കുറച്ചെന്നാണോ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണോ പറഞ്ഞത്? Are you sure? Is that how we live our life? നിങ്ങൾക്ക് ഉറപ്പാണോ? അങ്ങനെയാണോ നിങ്ങൾ ജീവിതം നയിക്കുന്നത്? Jesus says, apart from me, you can do nothing. യേശുക്രിസ്തു പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. But he says, if you remain in me, you will have great fruitfulness. പക്ഷെ പറയുന്നു എന്നിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനേകം ഫലം കായ്ക്കാനിടയാകും. My friends, God's desire for each of us is to bear much fruits. നമ്മളെ ഓരോരുത്തരെയും പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അനേകം ഫലം കായ്ക്കണമെന്നുള്ളതാണ്. So can we commit our lives to the Lord afresh? നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുമോ നമുക്ക് ഓരോരുത്തർക്കും? Maybe we have believed this in our mind. ചിലപ്പോൾ നമ്മളിത് നമ്മുടെ മനസ്സിൽ വിശ്വസിച്ച ഒരു കാര്യമായിരിക്കാം, But we have not practically outworked it. പക്ഷെ പ്രായോഗിക തലത്തിൽ അത് ഇതുവരെ വന്നിട്ടില്ല. Can we just say today, Lord, I want to remain in you. നമുക്കിന്ന് പറയാൻ സാധിക്കുമോ, കർത്താവേ ഞാൻ നിന്നിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. Me in you and you in me. ഞാൻ നിന്നിലും നീ എന്നിലും. Can we just desire that? Can you take a moment and pray? Talk to God yourself. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പറ്റുമോ ദൈവവുമായിട്ട്? കർത്താവേ, Just take a moment and talk to God. ഒരു നിമിഷം എടുത്ത് ദൈവവുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? Just have a conversation. Say, Lord, I want to remain in you. ദൈവമേ ഞാൻ നിന്നിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. Forgive me for trusting in my own strength. എന്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് വിശ്വസിച്ചതിന് എന്നോട് ക്ഷമിക്കണമേ ദൈവമേ. Forgive me for applying my own wisdom. എന്റെ സ്വന്തം പരിജ്ഞാനം ഉപയോഗിച്ചതിൽ എന്നോട് ക്ഷമിക്കണമേ ദൈവമേ. Lord, help me to remain in you. കർത്താവേ, നിന്നിൽ വസിക്കുവാൻ എന്നെ സഹായിക്കണമേ. Thank you for giving me the Holy Spirit who remains in me. എന്നിൽ വസിക്കുവാനായിട്ട് നീ പരിശുദ്ധാത്മാവിനെ തന്നതിനായിട്ട് നന്ദി കർത്താവേ. Lord, I want to trust in you and your word. കർത്താവേ, നിന്നിലും നിന്റെ വചനത്തിലും ആശ്രയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, I commit my life. കർത്താവേ, ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കുന്നു. I want to invite some of the children, young people, just to take a moment and say, Lord, I want to trust you. ഞാൻ ഇവിടെയുള്ള ചെറുപ്പക്കാരെയും മുതിർന്നവരെയും എല്ലാവരെയും ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു. കർത്താവെ ആശ്രയിക്കുക. കർത്താവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. Yes, 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 yes. Father, we thank you for this morning. പിതാവേ, ഈ പകൽക്കാലത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. Thank you for your presence with us. ഞങ്ങളുടെ മധ്യേ ഉള്ള നിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി. Thank you, Lord, for your word. നിന്റെ വചനത്തിനായിട്ട് നന്ദി കർത്താവേ. Thank you, Lord, for the salvation we have experienced. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയ്ക്കായിട്ട് നന്ദി കർത്താവേ. Thank you, Lord, that you desire a relationship with us. നീ ഞങ്ങളുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. Thank you that you want to remain in us. ഞങ്ങളിൽ വസിക്കുവാൻ നീ ആഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. Lord, what a good God you are. എത്ര നല്ല ദൈവമാകുന്നു കർത്താവേ. How gracious and merciful you are. കൃപയും ദയയും ഏറിയ ഒരു ദൈവമാണല്ലോ നീ. Lord, we want to thank you.
കർത്താവേ ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവ്. Lord, we want to commit our lives afresh to remain in you. കർത്താവേ ഞങ്ങളുടെ ജീവിതം പുതിയതായിട്ട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ്. Lord, I pray for Grace Family Church. ഗ്രേസ് ഫാമിലി ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, I pray even as they step into this 1 week of fasting, may they remain in you. അടുത്ത ഒരാഴ്ച കാലത്തേക്ക് ഉപവാസ പ്രാർത്ഥനയിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവർ നിന്നിൽ വസിക്കുവാൻ ഇടയാകട്ടെ. Not only for 1 week, but for every day, every moment of their lives. ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ദിവസവും അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിന്നിൽ വസിക്കുവാൻ ഇടയാകണമേ. So that they may bear much fruit. അതിലൂടെ അവർ അനേകം ഫലം കായ്ക്കുവാൻ ഇടയാകണം. Much fruits of the fruit of the Spirit. ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുവാൻ ഇടയാകണം. Fruits of new believers. പുതിയ ആത്മാക്കളെ കായ്ക്കുവാൻ ഇടയാകണം. Fruit of new resources. പുതിയ പ്രവൃത്തികൾ, പുതിയ വഴികൾ തുറക്കുവാൻ ഇടയാകണം. Lord, we want to bless them. കർത്താവേ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. We want to bless them in the name of the Father, Son, and the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. We commit this church into your hands. ഈ സഭ നിന്റെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. Fill them with your Holy Spirit. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണം. Use them mightily for your glory. നിന്റെ മഹത്വത്തിന് വേണ്ടി അവരെ ഓരോരുത്തരും ഉപയോഗിക്കണം. We love you, we worship you. നിങ്ങളെ സ്നേഹിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു.